ഹായ് ഹലോ എവ്രി വൺ, ഏവർക്കും ഹാജാസ് ക്ലാസ്സസിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് മെം സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. മെം സീരീസ് എന്നതുകൊണ്ടുള്ള ഉദ്ദേശം മാത്സ്, ഇംഗ്ലീഷ്, മലയാളം എന്നിവയുടെ സ്പെഷ്യൽ സീരീസ് ആണ്. മത്സര പരീക്ഷകളിൽ മെം അഥവാ മാത്സ്, ഇംഗ്ലീഷ്, മലയാളത്തിൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ അതിൻ്റെ പ്രാധാന്യം പറയേണ്ട ആവശ്യമില്ല. കാരണം GK, സയൻസ് പോലുള്ള ടോപ്പിക്സ് ഒരാൾ പഠിച്ചു കഴിഞ്ഞാൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ആ ഒരു ശേഷി അതിനൊരു പരിമിതി ഉണ്ടാവും. അല്ലെങ്കിൽ അത് നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾ അതിൽ വാങ്ങുന്ന മാർക്കുകൾ ഏകദേശം സെയിം ആയിരിക്കും. എന്നാൽ മാത്സും ഇംഗ്ലീഷും മലയാളവും അത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ, അത് നന്നായിട്ട് നമ്മുടെ കയ്യിൽ ഒതുങ്ങിക്കഴിഞ്ഞാൽ റാങ്ക് മേക്കിംഗ് ഏരിയാസ് നമ്മുടെ കയ്യിൽ ഭദ്രമായിരിക്കും. പിന്നെ വേറൊരു പ്രത്യേകത, GK എപ്പോഴും ഒരുപാട് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കും അല്ലേ, പുതിയ പുതിയ വിവരങ്ങൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കും. എന്നാൽ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം എന്നിവയ്ക്ക് ഒരു നിശ്ചിത ഫ്രെയിം വർക്ക് ഉണ്ട്, ഒരു സെർട്ടൺ ആയിട്ടുള്ള ഒരു ഫ്രെയിം വർക്ക് ഉണ്ട്. അത് കൃത്യമായിട്ടും അതിൻ്റെ ഉള്ളിൽ നിന്ന് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഏത് തരത്തിലുള്ള ചോദ്യങ്ങളും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ കഴിയുന്നതാണ്. ഇനി സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പോലുള്ള SI പോലുള്ള ഡിഗ്രി ലെവൽ പരീക്ഷകൾക്കും സിവിൽ എക്സൈസ് ഓഫീസർ, സിവിൽ പോലീസ് ഓഫീസർ, വുമൺ CPO പോലുള്ള യൂണിഫോം തസ്തികകൾക്ക് എല്ലാം തന്നെയും ഇംഗ്ലീഷും മാത്സും മലയാളവും കൂടി ചേർന്ന് ഒരു 50% മാർക്കിനോടടുത്ത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയ നിങ്ങളുടെ കയ്യിൽ ഇല്ല എങ്കിൽ ജോലി കിട്ടുന്ന തരത്തിലുള്ള ഒരു റാങ്കിലേക്ക് നിങ്ങൾക്ക് എത്തിപ്പെടാൻ കഴിയില്ല. ഈ ഒരു കാര്യം മുന്നിൽ കണ്ടുകൊണ്ട് ഹാജാസ് ക്ലാസ്സസ് നിങ്ങൾക്കൊരു സുവർണ അവസരം തരികയാണ്. ഈ 3 ഗ്ലാമറസ് ആയിട്ടുള്ള ഏരിയാസും നമുക്ക് റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ഈ 3 ഏരിയാസും നിങ്ങളുടെ കയ്യിൽ ഭദ്രമാക്കുന്നതിന് വേണ്ടി ഹാജാസ് മെം സീരീസ് തികച്ചും സൗജന്യമായിട്ട് യൂട്യൂബിലൂടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാണ്. അപ്പോൾ അത് നന്നായിട്ട് ഉപയോഗപ്പെടുത്തുക. ഞാൻ റിയാസ് റഷീദ്, ഞാൻ ഹാജാസിലെ ഇംഗ്ലീഷ് ഫാക്കൽറ്റിയാണ്. സോ വർഷങ്ങളായിട്ട് ഈ ഒരു മേഖലയിൽ കോമ്പറ്റേറ്റീവ് ട്രെയിനിങ് കൊടുത്തുള്ള പരിചയത്തിൽ ഏറ്റവും കൂടുതൽ ഇനി വരുന്ന പരീക്ഷകളിൽ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ചോദ്യങ്ങളുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. സോ PYQ സീരീസിലേക്ക് കടക്കുന്നതിന് മുന്നേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം, ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു ഏരിയ, ഞാൻ ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് ഞാൻ തൽക്കാലം ഇംഗ്ലീഷിനെ കുറിച്ച് മാത്രം പറയുകയാണ്. ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഏരിയ വളരെ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി ഏതൊക്കെ എക്സാംസ് വരുന്നുണ്ടോ അതിനെല്ലാം ഇത് തന്നെ മതിയാകും, ഈ ഒരു പഠനം തന്നെ മതിയാകും. ഇംഗ്ലീഷ് പഠിക്കുന്ന സമയത്ത് ചില ആളുകൾ പറയാറുണ്ട്, കോഡ് കിട്ടിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇതിനെന്തെങ്കിലും കുറുക്ക് വഴികളുണ്ടോ എന്നൊക്കെ പല ആളുകളും ചോദിക്കാറും പറയാറൊക്കെ ഉണ്ട്. പല ക്ലാസ്സുകളിലും അത്തരം ചോദ്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ടോ. അപ്പോൾ കോഡും ഷോർട്ട് ട്രിക്സ് ഒക്കെ നല്ലത് തന്നെയാണ്, പലപ്പോഴും നമ്മളത് സഹായിക്കാറുണ്ട്. പക്ഷേ ഒരു കാര്യം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ അവിടെ കോഡുകൾക്കും ഷോർട്ട് ട്രിക്സിനും പ്രസക്തിയുള്ളൂ. നമ്മൾ പഠിച്ചു വെച്ച ഒരു കാര്യം പെട്ടെന്ന് ഓർക്കാൻ അല്ലെങ്കിൽ കൺഫ്യൂഷൻ ഒഴിവാകുന്നതിന് വേണ്ടിയാണ് നമ്മൾ കോഡ് യൂസ് ചെയ്യാനുള്ളത്. അല്ലാതെ തുടക്കത്തിൽ തന്നെ കോഡ് മാത്രം പഠിച്ചു വെച്ചാൽ പരീക്ഷാ ഹാളിൽ നമുക്ക് വ്യത്യസ്ത തരത്തിലുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാകും. സോ മനസ്സിലാക്കി പഠിക്കുക, ആഴത്തിൽ മനസ്സിലാക്കി പഠിക്കുക. അതിനോടൊപ്പം ഓർത്തിരിക്കാനായിട്ട് ചില കുറുക്ക് വഴികളോ കണ്ടെത്തുക. ഈ ഒരു രീതിയിലാണ് നമ്മുടെ ഹാജാസ് ക്ലാസ്സസിലെ ഇംഗ്ലീഷ് സെറ്റ് ചെയ്തിരിക്കുന്നത്. സോ നമ്മൾ PYQs മുന്നിൽ വെച്ചുകൊണ്ട് എങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത്, ചോദ്യങ്ങൾ ചോദിച്ചതനുസരിച്ച് ഇനി എങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം, ചോദ്യങ്ങൾ എങ്ങനെ അപ്രോച്ച് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ക്ലിയർ ചെയ്യാൻ പോകുന്നത്. സോ ആദ്യത്തെ ക്ലാസ് ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയും ആമുഖം എടുത്തത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒന്നാമത്തെ ചോദ്യം, ദ മീനിങ് ഓഫ് റെസ്റ്റീവ് ഈസ്. ദ മീനിങ് ഓഫ് റെസ്റ്റീവ് ഈസ്, ഇതാണ് ഒന്നാമത്തെ ചോദ്യം. സോ ഇത് മീനിങ് എന്ന് ചോദിച്ചത് കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലായി വൊക്കാബുലറി ഭാഗത്ത് നിന്ന് വന്ന ചോദ്യമാണ് അല്ലേ. വൊക്കാബുലറി ഭാഗത്ത് നിന്ന് വന്ന ചോദ്യമാണ്, സിനോണിമാണ്, സമാന പദമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ റെസ്റ്റീവ് മിക്കവാറും നമ്മൾ കേട്ട് പരിചയമില്ലാത്തൊരു പദമായിരിക്കും റെസ്റ്റീവ് എന്ന് പറയുന്നത്. ബാക്കിയുള്ള പദങ്ങൾ കൂടി നമുക്ക് നോക്കാം.
ബാക്കിയുള്ള പദങ്ങൾ അനീസി. അനീസി ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഈസി നമുക്കറിയാം അല്ലേ. അണീസി എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു നോർമൽ മൈൻഡിൽ ഞാൻ പറയാണ്, അണീസി എന്ന് പറയുമ്പോൾ ഈസി അല്ലാത്തത്. അപ്പൊ അത്ര സുഖകരമല്ലാത്തത് എന്ന മീനിങ് ആണ് വരുന്നത്. ദെൻ ട്രയാങ്കിൾ, ട്രാങ്ക്വിലിറ്റി എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ചില ആളുകളുടെ വാട്സപ്പ് ബയോയിൽ തന്നെ ട്രാങ്ക്വിലിറ്റി എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതിന് ശാന്തത എന്നുള്ള അർത്ഥമാണ്. ഇപ്പൊ പല ആളുകൾക്കും അതിനെക്കുറിച്ച് അറിയാം, അതുകൊണ്ടാണ് ഞാൻ അതിനർത്ഥം ശാന്തത എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ എന്ന് പറഞ്ഞത്. ദെൻ ഡൈനാമിക്. എന്താ ഡൈനാമിക്? ഡൈനാമിക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. ഡൈനാമിക് എന്ന് പറഞ്ഞാൽ ചലിച്ചുകൊണ്ടിരിക്കുന്നത്, ചലനാത്മകമായത് എന്നാണ്. ദെൻ കൺട്രോൾഡ്. കൺട്രോൾഡ് എന്ന് പറഞ്ഞാൽ എന്താ? കൺട്രോൾഡ് എന്ന് പറഞ്ഞാൽ അടക്കി വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ നിയന്ത്രണ വിധേയമാക്കി വെച്ചിരിക്കുന്നത് എന്നൊക്കെയാണ് കൺട്രോൾഡിന്റെ മീനിങ്. അപ്പോൾ ഈ 4 ഓപ്ഷൻസ് നിങ്ങളുടെ മനസ്സിലൂടെ ഒന്ന് കടത്തി വിട്ട് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് മനസ്സിലാവും ഡൈനാമിക് ആയാലും കൺട്രോൾഡ് ആയാലും അനീസി ആയാലും അത്ര സുഖകരമല്ലാത്ത സാധനങ്ങളാണെന്ന് മനസ്സിലാകും അല്ലേ. ഇതിനകത്ത് ട്രയാങ്കിൾ മാത്രമേ കുറച്ച് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സാധനം ഉള്ളൂ എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട് അല്ലേ. മനസ്സിലാകുന്നില്ലേ? സോ നമുക്ക് നമ്മുടെ ആൻസർ ഏതാണ് എന്ന് പരിശോധിച്ച് നോക്കാം. നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്, സോ നമുക്ക് നോക്കാം. നമ്മുടെ ആൻസർ ട്രയാങ്കിൾ എന്നാണ് വരുന്നത്, ശാന്തമായത് എന്നാണ് വരുന്നത്. സോറി, ഒന്നും കൂടിയാണ്, ആ സ്ലൈഡ് ഒന്നും കൂടി എടുക്കുകയാണ്. സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ എന്ന് വരുമ്പോൾ അനീസി ആണ് അല്ലെ. അനീസി, ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. അതിന് കാരണം അനീസി എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ലാത്തത് എന്നാണ്. റെസ്റ്റീവ് എന്ന് പറഞ്ഞാലും അത് തന്നെയാണ്, നമുക്ക് അടങ്ങി നിൽക്കാൻ പറ്റാത്തത് എന്നാണ് അർത്ഥം വരുന്നത്. ബാക്കിയുള്ളതെല്ലാം ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ശാന്തമായി നിൽക്കുന്നത് എന്നാണ്. ഡൈനാമിക് എന്ന് പറഞ്ഞാലോ ചലനാത്മകം എന്നാണ്. കൺട്രോൾ എന്ന് പറഞ്ഞാൽ നിയന്ത്രണ വിധേയമായത് എന്നാണ്, അല്ലെങ്കിൽ അടക്കി വെച്ചിരിക്കുന്നത് എന്നാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആൻസർ അനീസിയാണ്. അനീസി എന്ന് പറഞ്ഞാൽ ഫീലിംഗ് ബോർഡ്, വിരസമായത്, ബോറടിപ്പിക്കുന്നത്. ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താ? ശാന്തമായത്. ട്രയാങ്കിൾ എന്ന് പറഞ്ഞാലോ ശാന്തമായത്. ദെൻ ഡൈനാമിക് എന്ന് പറഞ്ഞാൽ ഫുൾ ഓഫ് എനർജി ആൻഡ് ഐഡിയാസ്, ആക്റ്റീവ് ആയത്. ദെൻ കൺട്രോൾ എന്ന് പറഞ്ഞാൽ ടു ഹാവ് പവർ, ഒന്നെങ്കിൽ ശക്തിയുള്ളത് എന്ന അർത്ഥത്തിനും അതേപോലെ മറ്റൊരാളെ നിയന്ത്രണ വിധേയമാക്കാൻ കഴിയുന്നത് എന്നുള്ള അർത്ഥത്തിനും എല്ലാം നമുക്ക് കൺട്രോൾ എന്ന പദം ഉപയോഗിക്കാറുണ്ട്. സോ ഇതിൽ കൂട്ടത്തിൽ പെടാത്തത് എന്ന് നമുക്ക് തോന്നുന്നത് ട്രയാങ്കിൾ ആണ് എങ്കിലും ഞാൻ അതാ പറയുന്നത്, നിങ്ങൾ നോർമലി ചിന്തിക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ട് ട്രയാങ്കിൾ എന്ന് ചിലപ്പോൾ ഉത്തരത്തിലേക്ക് വരാം. അങ്ങനെ വരുമെന്ന് PSC അറിയാം. അതുകൊണ്ടാണ് PSC ഓപ്ഷൻസ് അങ്ങനെ ട്രിക്കി ആയിട്ട് കൊടുക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഇങ്ങനെ നമുക്ക് നോർമലി ചിന്തിക്കുന്ന സമയത്ത് അർത്ഥം ഇങ്ങനെ വരുമെന്ന് നോക്കാം. അപ്പൊ ട്രയാങ്കിൾ എന്ന ഉത്തരത്തിലേക്ക് നമുക്ക് എത്തിപ്പെടണം എന്ന ചിന്ത വരാം. സോ റെസ്റ്റീവ് എന്നതിന് അർത്ഥം വരുന്നത് വിരസതയുണ്ടാക്കുന്നത്, ബോറിംഗ് എന്നാണ് കേട്ടോ. ബോറിംഗ് അതേ അർത്ഥം തന്നെയാണ് അനീസിക്കും ഉള്ളത്. ഓക്കെ അല്ലേ? ദെൻ അടുത്തയിലേക്ക് വരാം. രണ്ടാമത്തെ ചോദ്യം, ദ മീനിങ് ഓഫ് റെസ്യൂമേ ഈസ്. റെസ്യൂമേ എന്നതിന്റെ അർത്ഥം എന്താണ്? റെസ്യൂമേ നമുക്ക് CV എന്ന അർത്ഥത്തിന് നമ്മൾ റെസ്യൂമേ യൂസ് ചെയ്യാറുണ്ട് അല്ലേ. റെസ്യൂമേ. അതേപോലെ പ്ലേ, റെസ്യൂം എന്ന അർത്ഥത്തിന്. പ്ലേ എന്ന് പറയുമ്പോൾ ഒരു കാര്യം പ്ലേ ചെയ്യുക. റെസ്യൂമേ എന്ന് പറയുമ്പോൾ അതിനെ പൗസ് ചെയ്യുക, നിർത്തുക എന്നുള്ള അർത്ഥത്തിന് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ ഓപ്ഷൻസിൽ വരുന്ന സമയത്ത് അസംഷൻ, എക്സ്പ്ലനേഷൻ, സമ്മറി, കോൺജുവൽ, തീരെ പരിചയമില്ലാത്ത 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട് അല്ലേ. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് അസംഷൻ, എന്താണ് എക്സ്പ്ലനേഷൻ, എന്താണ് സമ്മറി, എന്താണ് കോൺജർ എന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ മീനിങ് നമുക്ക് കിട്ടുന്നതാണ്. ഇവിടുത്തെ ഉത്തരമായിട്ട് വരുന്നത് ഏതാണെന്നറിയോ? ഇവിടുത്തെ ഉത്തരമായിട്ട് വരുന്നത് റെസ്യൂമേ എന്ന് പറയുമ്പോൾ നമ്മുടെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് വിവരങ്ങൾ അടങ്ങിയതാണ് റെസ്യൂമേ എന്ന് പറയുന്നത് അല്ലേ. റെസ്യൂമേ എന്ന് പറഞ്ഞാൽ ജോലിക്ക് നമ്മൾ റെസ്യൂമേ അയക്കുന്നത് നമ്മുടെ ജോലിയിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് റെസ്യൂമേ അയക്കുന്നത്. അപ്പോൾ റെസ്യൂമേയുടെ മീനിങ് സമ്മറിയാണ്. അപ്പോൾ എ ഷോർട്ട് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇമ്പോർട്ടൻറ്റ് തിങ്, എ ഷോർട്ട് സ്റ്റേറ്റ്മെന്റ് ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ഡീറ്റെയിൽസ് ഓഫ് സംതിങ്. ഒരു വിവരത്തെക്കുറിച്ച് വളരെ പ്രധാനപ്പെട്ട
ലഘുവായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്, ഒരു വിവരത്തെക്കുറിച്ചുള്ള വളരെ ലഘുവായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അഥവാ സമ്മറിക്കാണ് റെസ്യൂമേ എന്ന് പറയുന്നത്. റെസ്യൂമേ എന്ന് പറഞ്ഞാൽ സമ്മറിയാണ്, സമ്മറി. ഇനി ഓപ്ഷനിൽ ഒരു എക്സ്പ്ലനേഷൻ വരുന്നുണ്ട് അല്ലെ. എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞാൽ വിശദീകരണം, വിവരണം എന്നാണ്. ഇനി അസംഷൻ എന്ന് പറഞ്ഞാൽ എന്താ? എന്റെ അസംഷൻ ഇങ്ങനെയാണെന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അസംഷൻ എന്ന് പറഞ്ഞാൽ സംതിങ് ദാറ്റ് യു അക്സെപ്റ്റ് ആസ് ട്രൂ വിതൗട്ട് ക്വസ്റ്റ്യൻ ഓർ പ്രൂഫ്. ചോദ്യമോ തെളിവോ ഒന്നുമില്ലാതെ ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? അത് അതേപോലെ അങ്ങ് സ്വീകരിക്കുന്നു. സംതിങ് യു അക്സെപ്റ്റ് ആസ് ട്രൂ, അത് സത്യമാണ് എന്ന് നിങ്ങൾ എന്ത് ചെയ്യുന്നു? അനുമാനിക്കുന്നു. അനുമാനം എന്നാണ്. അനുമാനം എന്ന് പറയുമ്പോൾ അവിടെ തെളിവുകളും മറ്റു കാര്യങ്ങളൊന്നുമില്ല, നമ്മളങ്ങനെ ധരിക്കുകയാണ്. അതാണ് അസംഷൻ. അസംഷൻ എന്ന് പറയുമ്പോൾ തെളിവുകളുടെയോ ചോദ്യം ചെയ്യലുകളുടെയോ ആവശ്യമില്ലാതെ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ചെയ്യാതെ തന്നെ നമ്മൾ ഒരു കാര്യത്തെ സ്വീകരിക്കുന്നതിനാണ് അസംഷൻ എന്ന് പറയുന്നത്. ഇനി കോൺജർ എന്ന് പറഞ്ഞാൽ an opinion or conclusion formed on the basis of incomplete information. പൂർണ്ണമല്ലാത്ത വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് പൂർണ്ണമായിട്ടുള്ള വിവരണം കിട്ടിയിട്ടില്ല എങ്കിലും ആ ഇൻകംപ്ലീറ്റ് ഇൻഫോർമേഷന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഒരു കൺക്ലൂഷനിൽ എത്തിച്ചേരുന്നു. അതാണ് കോൺജർ എന്ന് പറയുന്നത്. നമ്മൾ മുറിവൈദ്യൻ ആളെ കൊല്ലും എന്ന് പറയാറുണ്ടല്ലോ. അപ്പൊ മുറിവൈദ്യൻ എന്താ ചെയ്യുന്നത്? അയാൾക്ക് പൂർണ്ണമായിട്ടും അറിവില്ല. അപ്പൊ അയാളുടെ ധാരണയെക്കുറിച്ച് നമ്മൾ കോൺജർ എന്ന് പറയും. അപ്പൊ ഒരു വിഷയത്തെക്കുറിച്ച് പൂർണ്ണമായിട്ട് ധാരണ ഇല്ലാതെ നമ്മൾ കൺക്ലൂഷനിൽ എത്തുന്നതിന് കോൺജർ എന്നാണ് പറയാറ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ദെൻ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ദ ഓപ്പോസിറ്റ് ഓഫ് അബൻഡൻസ്. അബൻഡൻസ് എന്നതിന്റെ ഓപ്പോസിറ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഓപ്പോസിറ്റ് ആണ്. നേരത്തെ പറഞ്ഞ രണ്ടെണ്ണവും സിനോണിംസ് ആണ്. ഇത് ആന്റോണിമാണ്. വൊക്കാബുലറിയിലെ ആന്റോണിം എന്ന ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള ചോദ്യമാണ്. അബൻഡൻസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഉണ്ടാവുക എന്നാണ് കേട്ടോ. പ്ലെന്റി ഓഫ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ധാരാളം ഉണ്ടാവുക എന്നാണ് അബൻഡൻസ് എന്ന് പറയുമ്പോൾ. സോ ഓപ്ഷൻസ് നോക്കുമ്പോൾ സ്കേഴ്സിറ്റി വരുന്നുണ്ട്. സ്കേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ലാക്ക് ഓഫ് ആണ്. ലാക്ക് ഓഫ്, കുറവ് എന്ന അർത്ഥത്തിനാണ്. സ്ലാക്നെസ് എന്നൊക്കെ പറയുമ്പോൾ മടി എന്നുള്ള അർത്ഥത്തിനൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഫെമൈൻ എന്ന് പറഞ്ഞാൽ ക്ഷാമം, വരൾച്ച, ഡ്രോട്ട്, വരൾച്ച. ഫെമൈൻ ക്ഷാമം. അപ്പോൾ അബൻഡൻസ് എന്ന് പറയുമ്പോൾ ഒരുപാട് എന്ന അർത്ഥമാണെങ്കിൽ ഇതിന് അനുയോജ്യമായിട്ട് വരുന്ന വിപരീത പദം എന്തായിരിക്കും? വളരെ കുറവ്, അപര്യാപ്തമായത് എന്നൊക്കെ ആയിരിക്കും. സോ അതിന്റെ ഇംഗ്ലീഷ് സ്കേഴ്സിറ്റി. വളരെ എളുപ്പമുള്ളതാണ്. അബൻഡൻസ് ബണ്ട് എന്ന് അവിടെ തന്നെ ഉണ്ട്. ബണ്ടിൽ ഓഫ്, ഒരു കാര്യം ആവശ്യത്തിൽ കൂടുതൽ ഉണ്ടാവുക, പ്ലെന്റി ആയിട്ടുണ്ടാവുക, ധാരാളമായിട്ടുണ്ടാവുക, അതാണ് അബൻഡൻസ് എന്ന് പറയുന്നത്. സോ നമുക്ക് ഓരോന്നിന്റെയും മീനിങ് നോക്കാം. സ്ലാക്നെസ് എന്ന് പറഞ്ഞാൽ ലെസ് ആക്റ്റീവ് ദാൻ യൂഷ്വൽ. ഈ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത് അതിന്റെ മീനിങ് ആണ് കേട്ടോ. ലെസ് ആക്റ്റീവ് ദാൻ യൂഷ്വൽ, സാധാരണയേക്കാൾ ആക്റ്റീവ് കുറഞ്ഞത്. അതാണ് ഞാൻ പറഞ്ഞ അലസമായത്, മടി പിടിച്ചത് എന്നാണ് സ്ലാക്നെസ് എന്നതിന്റെ അർത്ഥം. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത് കേട്ടോ. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത് ബിസി, ബസ്ലിംഗ്, തിരക്ക് പിടിച്ചത് അല്ലെങ്കിൽ ബസ്റ്റ്ലിംഗ് എന്ന് പറയാറുണ്ട്. ഫെമൈൻ എന്ന് പറഞ്ഞാൽ എന്താ? ഫെമൈൻ എന്ന് പറഞ്ഞാൽ ഷോർട്ടേജ് എന്നാണ്. ഷോർട്ടേജ് എന്ന് പറയുമെങ്കിലും ക്ഷാമത്തെ കുറിച്ചാണ് നമ്മൾ എന്ത് പറയുക? ഫെമൈൻ എന്ന് പറയുക കേട്ടോ. ക്ഷാമം, ആ ക്ഷാമമുള്ള അവസ്ഥ. മിക്കവാറും ഷോർട്ടേജ് ഓഫ് ഫുഡ് അല്ലെങ്കിൽ ഷോർട്ടേജ് ഓഫ് സംതിങ് എന്നുള്ള അർത്ഥത്തിനാണ് വരുന്നത് കേട്ടോ. ഷോർട്ടേജ് ഓഫ് ഫുഡ്. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് നമുക്ക് പ്ലെന്റി ആണ് പറയുന്നത്. എന്ത് പറയില്ല? അബൻഡൻസ് പറയില്ല. അബൻഡൻസിന്റെ കൃത്യമായിട്ടുള്ള ഓപ്പോസിറ്റ് സ്കേഴ്സിറ്റി ആണ്. അബൻഡൻസ് എന്ന് പറഞ്ഞാൽ ഓവർ സഫിഷ്യന്റ്, നമുക്കുള്ളതിനേക്കാൾ കൂടുതലാണ് അബൻഡൻസ് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ കുറവ് വരുന്ന സമയത്ത് നമ്മൾ സ്കേഴ്സിറ്റി എന്നാണ് പറയുക കേട്ടോ. ഫെമൈൻ എന്നത് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യില്ല? അബൻഡൻസിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് യൂസ് ചെയ്യില്ല കേട്ടോ. ഇതിനകത്ത് ഡ്രോട്ട് എന്ന് പറഞ്ഞാലോ എ ലോങ് പീരീഡ് വിത്തൗട്ട് റെയിൻ, ഒരുപാട് നാൾ മഴ ഉണ്ടാകാത്ത അവസ്ഥ, അതിനാണ് ഡ്രോട്ട് എന്ന് പറയുന്നത്. ഫെമൈൻ എന്ന് പറഞ്ഞാൽ ക്ഷാമമാണ്. ക്ഷാമം എന്ന് പറയുമ്പോൾ നമുക്ക് ആവശ്യത്തിന് കാര്യങ്ങൾ ലഭിക്കാത്തതിനാണ് ക്ഷാമം എന്ന് പറയുന്നത്. കൺഫ്യൂഷൻ വരരുത്. ഡ്രോട്ട് എന്ന് പറഞ്ഞാൽ വരൾച്ച എന്ന് പറഞ്ഞാൽ വെള്ളം കിട്ടാത്ത അവസ്ഥയാണ്. അഥവാ ഒരുപാട് നാളത്തേക്ക് മഴ പെയ്യുന്നില്ല എങ്കിൽ അത് വരൾച്ചയാണ്. അപ്പോൾ ഫെമൈൻ വേറെയാണ്, ഡ്രോട്ട് വേറെയാണ്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഫ്ലഡ് എന്ന് പറഞ്ഞാൽ ആവശ്യത്തിലധികം മഴ ലഭിക്കുക, അപ്പോഴാണ് വെള്ളപ്പൊക്കം ഉണ്ടാവുക. ഓക്കെ അല്ലേ? അപ്പോൾ മനസ്സിലാക്കി വെക്കുക ആന്റോണിംസ് ഏതൊക്കെയാണെന്ന്.
അപ്പോൾ നമ്മൾ ഓരോ ഓപ്ഷൻസും കൃത്യമായിട്ട് വിശദീകരിച്ചാണ് പോകുന്നത്. നിങ്ങൾക്ക് അത് ഉപകാരപ്പെടുന്നുണ്ട് എന്ന് കരുതുന്നു. സോ നിങ്ങളുടെ സജഷൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. then അടുത്തൊരു എക്സാമിന് ചോദിച്ചതാണ് ദ ഓപ്പോസിറ്റ് ഓഫ് ട്രാൻസ്പാരൻറ്റ്. ഇതൊക്കെ നിങ്ങൾക്ക് ഫിസിക്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലെ, ആജാ സാറിന്റെ ക്ലാസ്സിലൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ട്രാൻസ്പെറൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, പ്രകാശത്തെ കടത്തിവിടുന്നതാണ് ട്രാൻസ്പാരൻറ്റ് എന്ന് പറയുന്നത്. അതിന്റെ നേരെ ഓപ്പോസിറ്റാണ്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് നിങ്ങൾക്കറിയാം, പ്രകാശം കടത്തിവിടാത്തത് എന്നർത്ഥം വരുന്നത് ഒപ്പാക്ക് അല്ലെ, ഒപ്പാക്ക്. ഇപ്പൊ ട്രാൻസ്പാരൻറ്റ് എന്ന് പറഞ്ഞാൽ പ്രകാശം കടത്തിവിടുന്നത്, ഒപ്പാക്ക് എന്ന് പറഞ്ഞാൽ പ്രകാശം കടത്തിവിടാത്തത്. ഇവിടെ ഓപ്ഷൻ ഡിയിൽ ഒരു ട്രാപ്പ് ഇരിപ്പുണ്ട്. ഓപ്ഷൻ ഡിയിൽ പറയുന്നത് ട്രാൻസ്ലൂസന്റ് എന്നാണ്. ട്രാൻസ്ലൂസന്റ് എന്ന് പറഞ്ഞാൽ പകുതി മാത്രം പ്രകാശത്തെ കടത്തിവിടുന്നത്, അഥവാ സെമി ട്രാൻസ്പാരന്റ് എന്നാണ്. സെമി ട്രാൻസ്പാരന്റ് എന്നാണ് അതിന്റെ മീനിങ് വരുന്നത്, സെമി ട്രാൻസ്പാരന്റ്. അപ്പൊ പ്രകാശത്തെ കടത്തിവിടുക എന്നതിന്റെ ഓപ്പോസിറ്റ് പ്രകാശത്തെ കടത്തിവിടാത്തത് എന്നാണ്. എന്തല്ല, പകുതി പ്രകാശത്തെ കടത്തിവിടുന്നത് എന്നല്ല. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇതൊക്കെ ഓപ്ഷൻസിനെ കുറിച്ച് കൃത്യമായിട്ട് ധാരണ ഉള്ളവർക്ക് അത്തരം ഒരു കൺഫ്യൂഷൻ വരൂ അല്ലെ. ചില കാര്യങ്ങൾ നമ്മൾ ഓവറായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാലും പ്രശ്നമാണ്. അപ്പോൾ ഓവറായിട്ട് ചിന്തിക്കേണ്ട. ട്രാൻസ്പാരന്റ് എന്ന് പറഞ്ഞാൽ പ്രകാശത്തെ വിടുന്നത്. അപ്പോൾ പൂർണ്ണമായിട്ടും പ്രകാശത്തെ കടത്തി വിടുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് പ്രകാശത്തെ തീരെ കടത്തി വിടാത്തത്, അത് ഒപ്പാക്കാണ്. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? എന്നാൽ നമുക്ക് നോക്കാം. ഒപ്റ്റ്യൂസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ഒരെണ്ണം കണ്ടിട്ടുണ്ടോ? ഒപ്റ്റ്യൂസ് എന്ന് പറഞ്ഞാൽ ഇൻസെൻസിറ്റീവ് അല്ലെങ്കിൽ സ്ലോ ടു അണ്ടർസ്റ്റാൻഡ്. നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാൻ കഴിയാത്തത് ഇൻസെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇൻസെൻസിറ്റീവ് ആയിട്ടുള്ള ആളുകൾ കേട്ടോ, കാര്യങ്ങളല്ല ആളുകൾ. ഇതൊരു അഡ്ജക്റ്റീവാണ്. അപ്പൊ പെട്ടെന്ന് കാര്യം മനസ്സിലാകാത്ത ആളുകളെ കുറിച്ച് നമ്മൾ ഒബ്റ്റ്യൂസ് എന്ന് പറയുന്നുണ്ട്. അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ നാമവിശേഷണമാണ് അല്ലേ. അപ്പോൾ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ആളിനെ നമ്മൾ എന്ത് പറയും? ക്ലവർ എന്ന് പറയും. പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ആളുകളെ കുറിച്ച് ബുദ്ധിമാൻ എന്ന് നമ്മൾ പറയുന്നു. ദെൻ ട്രാൻസ്ലൂസന്റിന്റെ മീനിങ് ആണ് എന്ത്? സെമി ട്രാൻസ്പാരന്റ്. ഓപ്പോസിറ്റ് അല്ല, അതിന്റെ മീനിങ് ആണ്. അതിന്റെ കൃത്യമായിട്ടുള്ള ഓപ്പോസിറ്റ് നമുക്ക് ട്രാൻസ്പാരന്റ് ഒന്നും പറയാൻ കഴിയില്ല, അതുകൊണ്ടാണ് ഞാൻ അവിടെ ഓപ്പോസിറ്റ് കൊടുക്കാത്തത്. ദെൻ ഒബ്സർവ്. ഒബ്സർവ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കാര്യം നിരീക്ഷിക്കുക എന്നാണ്. ഓവർലുക്ക് എന്ന് പറഞ്ഞാലോ നിരീക്ഷിക്കാതെ അശ്രദ്ധമായിട്ട് എന്താ സ്കിപ്പ് ചെയ്യുക, ശ്രദ്ധ കൊടുക്കാതിരിക്കുക എന്നാണ് ഓവർലുക്ക് എന്നതിന്റെ മീനിങ്. അപ്പൊ ഒബ്റ്റ്യൂസ് എന്നതിന്റെ ഓപ്പോസിറ്റ് ക്ലവർ എന്നാണ്. ഒബ്സർവ് എന്നതിന്റെ ഓപ്പോസിറ്റ് മീനിങ് അല്ല, ഓപ്പോസിറ്റ് ഓവർലുക്ക് എന്നാണ്. ക്ലിയർ ആയോ? അത് ക്ലിയർ ആയി എന്ന് കരുതുന്നു. ദെൻ അടുത്തതിലേക്ക് വരാം. റോങ്ലി സ്പെൽഡ് വേർഡ്സ്. ഇതിൽ തെറ്റായിട്ടുള്ള സ്പെല്ലിംഗ്, അപ്പോൾ മിസ്പെൽറ്റ് ആയിട്ടുള്ള ഏതാണ് എന്നാണ് ചോദ്യം. അപ്പോൾ നമ്മുടെ സിലബസിൽ മിസ്പെൽറ്റ് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അത് ഏതാണെന്നാണ് ചോദ്യം. അപ്പോൾ ഇതൊക്കെ നമ്മുടെ SCRT-യിൽ പറഞ്ഞിട്ടുള്ള പാഠഭാഗങ്ങളാണ്. SCRT-യിൽ പറഞ്ഞിട്ടുള്ള പാഠഭാഗങ്ങളിൽ നിന്നാണ് ഈ ചോദിച്ചിട്ടുള്ളത്. അത് ഞാൻ കൃത്യമായിട്ട് പറയാൻ കാരണം ഞാൻ 1ാം ക്ലാസ് മുതൽ +2 വരെ കേരള സിലബസും സ്റ്റേറ്റ് സിലബസും പഠിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല സാക്ഷരതാ മിഷൻ അഥവാ തുല്യത ഇക്വലൻസിയും പഠിപ്പിച്ചിട്ടുണ്ട്. സോ SCRT-യിൽ നിന്ന് ചോദിച്ചതാണോ അതല്ല തുല്യതാ പാഠപുസ്തകത്തിൽ നിന്ന് ചോദിച്ചിട്ടുള്ളതാണോ എന്നൊരു ചോദ്യം കാണുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും. SCRT-യിൽ നിന്നാണ് അധികവും ചോദ്യങ്ങൾ ചോദിക്കാറ്. തുല്യതാ പരീക്ഷയിൽ നിന്നും ചോദിക്കാറുണ്ട്. അപ്പോൾ അവരുടെ സിലബസ് എല്ലാം നമ്മുടെ ഇംഗ്ലീഷ് ഗ്രാമറിന്റെ കൃത്യമായിട്ടുള്ള ഭാഗങ്ങൾ ഡിവൈഡ് ചെയ്ത് ഓരോ ക്ലാസ്സിലും പഠിപ്പിക്കാറുണ്ട് കേട്ടോ. സോ ഇവിടെ തെറ്റായിട്ടുള്ള സ്പെല്ലിംഗ് ഏതാണെന്ന് നമുക്ക് നോക്കാം. ഓപ്ഷൻ എയിൽ എക്സ്പെരിമെന്റൽ കറക്റ്റ് ആണ്. എക്സോബിറ്റന്റ് അത് നമുക്ക് അത്ര പരിചയം ഉണ്ടാവില്ല. നമുക്ക് അടുത്തതിലേക്ക് വരാം. എക്സ്ഹിബിഷൻ. ചില ആളുകൾ എക്സിബിഷൻ എന്നൊക്കെ പറഞ്ഞ് പഠിച്ചു വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അവിടെ H ഇല്ലാന്ന് ചിന്തിക്കും. എക്സ്ഹിബിഷൻ ആണ്, അപ്പോൾ അവിടെ H ഉണ്ട്. അതും കറക്റ്റ് ആണ്. ദെൻ എലമെന്റ് എന്ന് പറയുമ്പോൾ ELEMENT ആണ്. പിന്നെ ഒരു എയും കൂടെ ചേർക്കുമ്പോഴാണ് എലമെന്റൽ ആകുന്നത്. ചില ആളുകൾ എലമെന്റൽ പറയുന്ന പ്രാസം അനുസരിച്ച് എലമെന്റൽ എന്ന് പറഞ്ഞു വെക്കും. അങ്ങനെ അല്ല, സ്പെല്ലിങ് ഇത് തന്നെയാണ്, കറക്റ്റ് ആണ്. അപ്പോൾ നമുക്ക് പരിചയമുള്ള 3 ഓപ്ഷൻസ് കൃത്യമായിട്ട് അവിടെ ഉള്ളത് കൊണ്ട് നമുക്ക് അങ്ങനെ നമ്മുടെ ഉത്തരം ഉറപ്പിക്കാം. എക്സോർബിറ്റന്റ് എന്ന് പറയുന്ന സമയത്ത് എന്ത് കൊടുക്കേണ്ട ആവശ്യമില്ല? H കൊടുക്കേണ്ട ആവശ്യമില്ല. എക്സോർബിറ്റന്റ് എന്നാണ് കൊടുക്കേണ്ടത് കേട്ടോ. അതിന്റെ മീനിങ് അൺറീസണബിളി ഹൈ.
വളരെ അമിതമായത് എന്നാണ് അർത്ഥം കേട്ടോ, വളരെ അമിതമായത്, കണക്കിൽ കവിഞ്ഞ് കൂടുതലായത് എന്നൊക്കെയാണ് അതിൻ്റെ മീനിങ് വരുന്നത്. ദെൻ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. വീണ്ടും മിസ്പെൽറ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. ദ റോങ്ലി സ്പെൽറ്റ് വേർഡ്. ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന മിക്ക ചോദ്യങ്ങളും ഒറ്റ പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു വൊക്കാബുലറി എത്രമാത്രം ഡെപ്തിലാണ് വന്നിട്ടുള്ളത്, അല്ലെ അത്യാവശ്യം ഡെപ്തിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പോലുള്ള പരീക്ഷകൾക്ക്, SI പോലുള്ള ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് നമ്മൾ വളരെയധികം ശ്രദ്ധിച്ചു പോയില്ല എങ്കിലും മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയില്ല വൊക്കാബുലറിയിൽ. പല ആളുകളും സ്കിപ്പ് ചെയ്യുന്ന ഒരു ഭാഗമാണ്. സോ നമുക്ക് നോക്കാം. സൈക്കെ, ജാനോസ്, അപ്പോൾസ്, ജൂനോ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇതെന്തല്ല, ഇംഗ്ലീഷ് പദങ്ങളല്ല, ഇതെല്ലാം ഫോറിൻ വേർഡ്സ് ആണ്, അല്ലേ? ഫോറിൻ വേർഡ്സ് ആണ്. സോ ഫോറിൻ വേർഡ്സിൽ നിന്നുള്ള ചോദ്യമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ മിസ്പെൽറ്റ് ഓപ്ഷൻ സി ആണ്. കാരണം അപ്പോളോസ് എന്ന് പറയുമ്പോൾ 2 L വേണം കേട്ടോ. അപ്പോളോ 2 L വേണം. അത് നിങ്ങൾക്ക് പല കടകളിൽ അല്ലെങ്കിൽ ടയറിൻ്റെ പേരുകളിലൊക്കെ അപ്പോളോ എന്ന് വരാറുണ്ട്. അപ്പോൾ അപ്പോളോ എന്ന് പറയുമ്പോൾ അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, 2 L ഉണ്ടാവും. ഇനി ഇതിൻ്റെ ഓരോന്നിൻ്റെ മീനിങ് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഇത് ഫോറിൻ വേർഡ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്, നമ്മുടെ സിലബസിൻ്റെ ഉള്ളിൽ വരുന്നത് തന്നെയാണ്. അപ്പോളോ എന്ന് പറയുമ്പോൾ അത് ഗ്രീക്ക് റോമൻ ദേവനാണ് അപ്പോളോ എന്ന് പറയുന്നത്. ഗ്രീക്കുകാരുടെയും അല്ലെങ്കിൽ റോമക്കാരുടെയൊക്കെ വിശ്വാസത്തിൽ സൂര്യപ്രകാശം അല്ലെങ്കിൽ സൂര്യദേവനാണ് അപ്പോളോ. അതേപോലെ അദ്ദേഹം പ്രൊഫസി, മ്യൂസിക്, പോയട്രി എന്നതിൻ്റെയൊക്കെ ദേവനാണ്. സംഗീതം, പോയട്രി, കാവ്യം, പ്രവചനം എന്നിവയുടെയൊക്കെ ദേവൻ. ഇനി സൈക്കെ എന്ന് പറയുന്നത് ഒരു ഗ്രീക്ക് വേർഡാണ്. അതിന്റെ മീനിങ് ആത്മാവ്, സോൾ എന്നാണ് കേട്ടോ. സോൾ എന്നാണ് സൈക്കെ എന്നതിന്റെ മീനിങ്. ദെൻ ജാനൂസ് എന്ന് പറയുന്നതും ഒരു റോമൻ ഗോഡാണ്. ആൻഡ് എ ടേം ഫോർ ബീയിങ് ആർട്ടിഫിഷ്യൽ ഓർ ഇൻസിൻസിയർ. ആത്മാർത്ഥയില്ലാതെ ആർട്ടിഫിഷ്യൽ ആയിട്ട് പെരുമാറുന്നതിനും ജാനൂസ് എന്ന് പറയാറുണ്ട്. അപ്പോൾ ഇതൊരു റോമൻ ദേവന്റെ കൂടി പേരാണ്. അതിൽ നിന്നാണ് ജാനുവരി ഒക്കെ വന്നിട്ടുള്ളത് കേട്ടോ. ദെൻ ജൂണോ എന്ന് പറയുന്നത് ക്യൂൻ ഓഫ് ദ ഒളിമ്പിയൻ ഗോഡ്സ്. ഒളിമ്പിയൻ ദേവതമാരുടെ അപ്പൊ ഗ്രീക്ക് ദേവതമാരുടെ ഒളിമ്പിയൻ ദേവന്മാരുടെ ക്യൂനാണ് കേട്ടോ. ക്യൂൻ ഓഫ് ദി ഒളിമ്പിയൻ ഗോഡ്സ്. സോ ഇവിടെ സ്പെല്ലിംഗ് ആണ് ശ്രദ്ധിക്കേണ്ടത്. ഫോറിൻ വേർഡ്സ് ആണ്, സിലബസിൽ പറയുന്ന കാര്യമാണ്. ചില ആളുകൾ ചിന്തിക്കും ഇതൊക്കെ എങ്ങനെയാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. അതാ ഞാൻ പറഞ്ഞത്, ഇത് ഫോറിൻ വേർഡ്സ് എന്ന് പറയുന്ന ഏരിയയിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. ദെൻ അടുത്തൊരു ചോദ്യം, പല ആളുകളും ഇത് എങ്ങനെ ചോദ്യം വന്നു എന്നറിയാതെ ഒരു നിമിഷം ആലോചിച്ചിട്ടുള്ള ഒരു ഏരിയ ആയിരിക്കും. ഇഫ് വിന്റർ കംസ് ക്യാൻ ഡാഷ് ബി ഫാർ ബിഹൈൻഡ്. ഇഫ് വിന്റർ കംസ്, വിന്റർ എന്ന് പറയുമ്പോൾ തണുപ്പ് കാലമാണ് അല്ലെ. തണുപ്പ് കാലം വന്നു കഴിഞ്ഞാൽ ക്യാൻ ഡാഷ് ബി ഫാർ ബിഹൈൻഡ്. പിന്നെ ഏത് കാലമാണ് വരുന്നത്? തണുപ്പ് കാലം കഴിഞ്ഞാൽ പിന്നെ വരുന്നത് സ്പ്രിംഗ് സീസൺ ആയിരിക്കും അല്ലേ. വസന്തകാലമാണ്. അപ്പൊ ഇതൊക്കെ എങ്ങനെ ഇംഗ്ലീഷിൽ വന്നു എന്ന് ചോദിച്ചാൽ ഇതൊരു പ്രോവേർബാണ് കേട്ടോ. ഇത് വൊക്കാബുലറിയുടെ ഭാഗത്തിൽ നിന്ന് വന്ന ചോദ്യമാണ്. ഇതൊരു പഴഞ്ചൊല്ലാണ്. തണുപ്പ് കാലം എന്ന് പറയുമ്പോൾ നമുക്ക് അത്ര ഫേവറബിൾ ആയിട്ടുള്ള ഒരു കാലമല്ല. വസന്തകാലം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ കൊണ്ടുവരുന്ന കാലമാണ് അല്ലേ. അപ്പോൾ ഒരു ദുരിതം ഉണ്ട് എങ്കിൽ ഒരു നല്ല കാലവും ഉണ്ടാകും അല്ലേ. നമ്മൾ പറയാറുണ്ട് ഒരു കയറ്റമുണ്ടെങ്കിൽ ഒരു ഇറക്കവും ഉണ്ടാകും. അപ്പോൾ ഒരു ദുരിതമുണ്ട് എങ്കിൽ ഒരു നല്ല കാലവും ഉണ്ടാകും എന്ന അർത്ഥത്തിന് യൂസ് ചെയ്യുന്ന പ്രോവേർബാണ്, പഴഞ്ചൊല്ലാണ്. ഇഫ് വിൻഡോ കംസ് ക്യാൻ സ്പ്രിംഗ് ബിഫോർ ബിഹൈൻഡ്. തണുപ്പ് കാലം വന്നു കഴിഞ്ഞാലോ വസന്തകാലത്തിന് ഇനി വരാൻ കഴിയും അല്ലെ. അതിന് പിന്നിൽ എന്തുണ്ടാകും? വസന്തകാലം ഉണ്ടാകും. തണുപ്പ് കാലത്തിന് പിന്നിൽ ഒരു വസന്തകാലം ഉണ്ടാകും. അതാണ് കറക്റ്റ് മീനിങ്. തണുപ്പ് കാലത്തിന് പിന്നിൽ ഒരു വസന്തകാലവും ഉണ്ടാകും. കയറ്റമുണ്ടെങ്കിൽ ഒരു ഇറക്കവും ഉണ്ടാകും അല്ലേ. ഒരു കെട്ടകാലമുണ്ട് എങ്കിൽ ഒരു നല്ല കാലവും ഉണ്ടാകും. ഓക്കെ അല്ലേ. അപ്പൊ ഒരു പഴഞ്ചൊല്ലാണ് കേട്ടോ, പഴഞ്ചൊല്ലാണ്. The proverb is a reminder that even when things are bad, നല്ല കാര്യം അല്ല എങ്കിൽ, അഥവാ മോശമായിട്ടുള്ള കാര്യങ്ങളാണ് എങ്കിൽ കൂടിയും there is always something better that will follow. അതിനെ തുടർന്നുകൊണ്ട് നല്ല കാലം വരാനിരിക്കുന്നുണ്ട്. ഓക്കെ അല്ലേ. Then അടുത്ത ചോദ്യം, at the function organized by the Department of Tourism, the first batch of French tourists were accorded dash rosing reception. ഇതാണ് ചോദ്യം.
നേരെ ഓപ്ഷൻസിൽ വരുന്ന സമയത്ത് ദ ആൻഡ് സെയിം എ. അപ്പോൾ എ ആൻഡ് ദ എന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കുക ഏകദേശം ആർട്ടിക്കിളിൽ നിന്ന് വന്നിട്ടുള്ള ചോദ്യമായിരിക്കും കേട്ടോ. ആർട്ടിക്കിളിൽ നിന്ന് വന്നിട്ടുള്ള ചോദ്യമായിരിക്കും. സോ അത് നമുക്ക് ഉറപ്പിക്കാം. ആർട്ടിക്കിളിൽ നിന്ന് ഏതെങ്കിലും ഒന്നായിരിക്കും എന്ന് നമുക്ക് ഉറപ്പിക്കാം. ദെൻ ക്വസ്റ്റ്യൻ പൂർണ്ണമായിട്ട് വായിച്ച് നോക്കിയിട്ട് ഉത്തരം ചെയ്യുന്നതാണ് നല്ലത്. ചിലപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കാതെ തന്നെ ചിലപ്പോൾ ഉത്തരം കിട്ടും. എങ്ങനെ? ഇവിടെ നിങ്ങൾ കണ്ടില്ലേ, റൗസിങ് എന്നാണ്. അപ്പോൾ ആർട്ടിക്കിളിൽ നിന്ന് ഏതെങ്കിലും ഒന്നാണ് എങ്കിൽ എ ഇ ഐ ഒ യു അഥവാ വവൽ സൗണ്ടിന് തൊട്ട് മുന്നിൽ നമ്മൾ ചേർക്കുന്നത് ആനും, അതല്ലാത്തതിന് മുന്നിൽ ചേർക്കുന്നത് അഥവാ കോൺസണന്റ് സൗണ്ടിന് മുന്നിൽ ചേർക്കുന്നത് എയുമാണ് അല്ലേ, എയുമാണ് അല്ലെ. ആൻ ആപ്പിൾ, ആൻ ആപ്പിൾ എന്ന് പറയുമ്പോൾ ഇവിടെ ആൻ ചേർക്കാൻ കാരണം എ വവൽ സൗണ്ട് ആയതുകൊണ്ടാണ്. വവൽ സൗണ്ട് ആണ്, ലെറ്റർ അല്ല നിങ്ങൾ നോക്കേണ്ടത്. അപ്പൊ ഇവിടെ റ് സൗണ്ടാ വന്നത്, കോൺസണന്റ് ആണ്. അതുകൊണ്ട് നമുക്ക് എ ചേർക്കാം, എ ചേർക്കാം. അപ്പോൾ എ റൗസിങ് റിസപ്ഷൻ എന്നുള്ളതാണ് കൃത്യമായിട്ടുള്ള ഉത്തരം കേട്ടോ. സോ നമുക്ക് അതിന്റെ മീനിങ് കൂടി ജസ്റ്റ് ഒന്ന് നോക്കാം. അറ്റ് ദ ഫംഗ്ഷൻ ഓർഗനൈസ്ഡ് ബൈ ദ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടൂറിസം, ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ഓർഗനൈസ് ചെയ്ത ഫംഗ്ഷനിൽ വെച്ച് ദ ഫസ്റ്റ് ബാച്ച് ഓഫ് ഫ്രഞ്ച് ടൂറിസ്റ്റുകളുടെ ആദ്യത്തെ ബാച്ച് വെയർ അക്കോർഡഡ്, അവർക്ക് എന്ത് ചെയ്തു? വെയർ അക്കോർഡഡ്, അവർക്ക് നൽകപ്പെട്ടു. അക്കോർഡഡ് എന്ന് പറഞ്ഞാൽ ഗ്രാൻറ്റഡ് എന്നാണ്, ഗ്രാൻറ്റഡ് അവർക്ക് നൽകി. എന്താണ്? റൗസിങ് റിസപ്ഷൻ. റൗസിങ് എന്ന് പറഞ്ഞാൽ എക്സൈറ്റിംഗ് എന്നാണ് കേട്ടോ. എക്സൈറ്റിംഗ്, വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു സ്വീകരണം അവർക്ക് നൽകി. എ റൗസിംഗ്, എ റൗസിംഗ് എന്നാണ് കേട്ടോ. അഥവാ ഊഷ്മളമായിട്ടുള്ള ഒരു സ്വീകരണം എന്നാണ് നമ്മൾ പറയാറ് കേട്ടോ. അതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് കൃത്യമായിട്ടുള്ള ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? ഓപ്ഷൻ ഡി ആണ് ആർട്ടിക്കിൾ എന്ന ഏരിയയിൽ നിന്നുള്ള ചോദ്യമായിരുന്നു. ഇനി 9ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ഐ ആം ടു ബിസി ടുഡേ ഡാഷ് ബി ഗ്ലാഡ് ടു ആൻസർ യുവർ ക്വസ്റ്റ്യൻ ഓൺ ഒക്കേഷൻ. ഇതാണ് ചോദ്യം. ഐ ആം ടു ബിസി ടുഡേ, ഇന്ന് ഞാൻ വളരെയധികം തിരക്കിലാണ്. ഐ വിൽ ബി എന്നാണ് കേട്ടോ. ഐ വിൽ ബി ഗ്ലാഡ് ടു ആൻസർ യുവർ ക്വസ്റ്റ്യൻസ്. നിന്റെ ഉത്തരങ്ങൾക്ക് മറുപടി പറയാൻ എനിക്ക് സന്തോഷമുണ്ട്. ഇവിടെ ഒരു ഡാഷ് കൊടുക്കണം. ഡാഷ് ഓൺ ഒക്കേഷൻ, സോറി ഓൺ ഡാഷ് ഒക്കേഷൻ എന്നാണ് കേട്ടോ. ഓൺ ഡാഷ് ഒക്കേഷൻ. ഒരു മിനിറ്റ്, അവിടെ ഡാഷ് വിട്ടുപോയിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഞാൻ ഒന്നും കൂടെ പറയാണ്. അപ്പോൾ 9ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ഐ ആം ടു ബിസി ടുഡേ, ഇന്ന് ഞാൻ വളരെയധികം തിരക്കിലാണ്. ഐ വിൽ ബി എന്നാണ് ഇത് കേട്ടോ. ഐ വിൽ ബി ഗ്ലാഡ് ടു ആൻസർ യുവർ ക്വസ്റ്റ്യൻസ്. നിന്റെ ക്വസ്റ്റ്യൻസിന് ഞാൻ പിന്നീട് ആൻസർ ചെയ്യാം. പിന്നീട് ആൻസർ ചെയ്യുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഓൺ ഡാഷ് ഒക്കേഷൻ, ഇവിടെ ഒരു ഡാഷ് ഉണ്ട് കേട്ടോ. ഓൺ ഡാഷ് ഒക്കേഷൻ എന്നാണ്. ഓൺ ഡാഷ് ഒക്കേഷൻ. സോ ഇവിടെ ഒക്കേഷന് മുന്നേ ഒരു ഡാഷ് ഉണ്ട്. അവിടെ അതർ ആണോ ചേർക്കേണ്ടത്, അനദർ എന്നാണോ ചേർക്കേണ്ടത്, സം എന്നാണോ ചേർക്കേണ്ടത്, ഓൾ എന്നാണോ ചേർക്കേണ്ടത്? അപ്പോൾ ഓപ്ഷൻസ് നോക്കുമ്പോൾ നമ്മൾ അർത്ഥം ഒന്ന് ചിന്തിച്ച് നോക്കിയേ. ഞാൻ മറ്റൊരു സന്ദർഭത്തിൽ എന്നാണ് പറയേണ്ടത് അല്ലേ? നിന്റെ ചോദ്യത്തിന് ഉത്തരം ഞാൻ മറ്റൊരു സന്ദർഭത്തിൽ പറയാം. മറ്റൊരു സന്ദർഭത്തിൽ പറയുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. അപ്പോൾ ഇത് വളരെ ഫോമലായിട്ട് പറയാൻ എനിക്കിപ്പോൾ സമയമില്ല, ഞാൻ പിന്നീട് ഉത്തരം ചെയ്തോളാം എന്ന് വളരെ ഫോമലായിട്ട് പറയുന്നതാണ്, ഔപചാരികമായിട്ട് പറയാണ്. അതുകൊണ്ടാണ് പിന്നീട് ഉത്തരം ചെയ്യുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഐ വിൽ ബി ഗ്ലാഡ് ടു ആൻസർ യു അല്ലെ, ഐ വിൽ ആൻസർ യു ലേറ്റർ എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ ഫോമലാക്കി ഒന്ന് സുഖിപ്പിച്ച് പറയുന്നതിന് വേണ്ടിയാണ് ഐ വിൽ ബി ഗ്ലാഡ് ടു ആൻസർ യുവർ ക്വസ്റ്റ്യൻസ് ഓൺ ഡാഷ് ഒക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ മറ്റൊരു സന്ദർഭത്തിൽ അവിടെ നമുക്ക് അതറും അനദറും യൂസ് ചെയ്യാം അല്ലെ. സമ്മും ഓളൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. അതർ അനദർ രണ്ടും നമുക്ക് മറ്റൊരു എന്ന അർത്ഥത്തിന് യൂസ് ചെയ്യാൻ കഴിയുന്നതാണ്. പക്ഷെ അവിടെ ഒരു ഡിഫറൻസ് ഉണ്ട്. അനദർ എന്നതിന് ശേഷം സിംഗുലറും അതർ എന്നതിന് ശേഷം പ്ലൂറലും ആയിട്ടുള്ള നൗൺസ് ആണ് അധികവും വരാറുള്ളത് കേട്ടോ, അധികവും വരാറുള്ളത്. അപ്പൊ ആ ഒരു റൂള് പ്രകാരം നോക്കുകയാണെങ്കിൽ ഒക്കേഷൻ എന്നുള്ളത് സിംഗുലർ അല്ലേ, സിംഗുലർ ആണ്. സോ അവിടെ അനദർ കൊടുക്കണം. എന്ത് കൊടുക്കണ്ട? അതർ കൊടുക്കണ്ട. അപ്പൊ അനദർ എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരുന്നത്. മനസ്സിലായോ? അപ്പൊ മറ്റൊരു എന്ന അർത്ഥത്തിന് അതറും അനദറും യൂസ് ചെയ്യാറുണ്ട്. അതർ വന്നു കഴിഞ്ഞാൽ അതിനുശേഷം വരുന്ന നൗൺ പ്ലൂറൽ ആയിരിക്കും.
അനദർ വന്നു കഴിഞ്ഞാൽ അതിനുശേഷം വരുന്നത് സിംഗുലർ ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് ഒക്കേഷൻ എന്നുള്ളത് സിംഗുലർ ആണ്, ഒരു സാഹചര്യം അല്ലേ, അല്ലെങ്കിൽ അവസരം എന്ന് പറയുന്നത് സിംഗുലർ ആണ്. സോ നമുക്ക് സിംഗുലർ ആയിട്ടുള്ള അനദർ ആണ് ചൂസ് ചെയ്യേണ്ടത്. ഓപ്ഷൻ ബി ആണ് അവിടുത്തെ ഉത്തരമായിട്ട് വരുന്നത്. സോ അതർ യൂസ്ഡ് വിത്ത് പ്ലൂറൽ, അതർ പ്ലൂറൽ ആയിട്ടുള്ള നൗണിനൊപ്പമാണ് യൂസ് ചെയ്യുക. ഇവിടെ എക്സാമ്പിൾ നോക്കിയോളൂ. ഐ വാണ്ട് ടു ടോക്ക് ടു അതർ ഡോക്ടേഴ്സ്, എനിക്ക് മറ്റുള്ള ഡോക്ടേഴ്സിനോട് സംസാരിക്കണം. അപ്പോൾ ഇവിടെ അതർ, ഇപ്പോൾ ഡോക്ടേഴ്സ് അതർ വന്നതുകൊണ്ട് ശേഷം പ്ലൂറലാണ്, ഡോക്ടേഴ്സ് അല്ലെ, മറ്റുള്ള ഡോക്ടർമാരോട് സംസാരിക്കണം എന്നാണ്. അവിടെ എന്തല്ല, ഡോക്ടർ എന്നല്ല, ഡോക്ടേഴ്സ് എന്നാണ് പറയാം. എന്നാൽ അനദർ ആണെങ്കിലോ, അനദറിന് ശേഷം സിംഗുലർ ആയിട്ടുള്ള നൗണാണ് വരുന്നുണ്ടാവുക. അപ്പോൾ ഐ നീഡ് അനദർ കപ്പ് ഓഫ് ടീ, എനിക്ക് മറ്റൊരു കപ്പ് ചായ വേണം. അപ്പൊ കപ്പ് ഓഫ് ടീ എന്നാണ്, കപ്സ് ഓഫ് ടീ എന്നല്ല. അപ്പൊ അതറിന് ശേഷം സിംഗുലർ പ്ലൂറലും അനദർ എന്നതിന് ശേഷം സിംഗുലറുമാണ് വരേണ്ടത്. ഇത് നിങ്ങൾ ഇങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. ഇത്തരം ഡെപ്തിൽ ഇറങ്ങി നമ്മൾ പഠിക്കണം. പലപ്പോഴും ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് കുട്ടികൾ ചോദിക്കും, ഇത്രയും ഡെപ്തിലേക്ക് പോകണം, PSCയുടെ ആ ഒരു നിലവാരം മാറി വരുന്നുണ്ടോ? അപ്പൊ ഇതൊക്കെ കുറച്ച് വർഷങ്ങൾക്ക്, അഥവാ 1-2 വർഷങ്ങൾക്ക് മുമ്പുള്ള ചോദ്യമാണ് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി ഒരു 1-2 ക്ലാസ് കഴിഞ്ഞാൽ 2024 ചോദ്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ കൊണ്ടുതരും. ആ സമയം നിങ്ങൾക്ക് മനസ്സിലാവും ചോദ്യങ്ങളുടെ മാറ്റവും എത്രത്തോളം ഡെപ്തിലേക്ക് ചോദ്യങ്ങൾ പോകുന്നുണ്ട് എന്നുള്ളതും. അപ്പൊ വളരെ നന്നായി മനസ്സിലാക്കി ആഴത്തിൽ തന്നെ പഠിച്ചാലേ ഇനിയുള്ള കാലങ്ങളിൽ നമുക്ക് ഇംഗ്ലീഷിലോ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും. ഇതിന് അടുത്ത ചോദ്യത്തിലേക്ക് വരാം. സ്റ്റഡി വെൽ ലസ്റ്റ്. ഇത് മിക്കവാറും നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ടാവും അല്ലെ, സ്ഥിരം ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. നന്നായിട്ട് പഠിക്കുക, പഠിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? നീ പരാജയപ്പെട്ടു പോകും. അതൊരു പ്രയോഗമാണ്. അപ്പോൾ ലെസ്റ്റ് എന്ന് പറയുന്ന പ്രയോഗം കാണുമ്പോൾ തന്നെ മനസ്സിലാക്കുക, നേരത്തെ നടക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ലെസ്റ്റിന് മുന്നുള്ള കാര്യം ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇനി ഇപ്പുറത്തുള്ള കാര്യം സംഭവിക്കും. അപ്പോൾ സ്റ്റഡി വെൽ, നന്നായിട്ട് പഠിക്കാൻ ശ്രദ്ധിക്കണം. പഠിച്ചില്ലെങ്കിൽ ഇനി സംഭവിക്കാൻ പോകുന്നത് ഇന്നതാണ്. അപ്പൊ ലെസ്റ്റ് ഒക്കെ വരുന്ന സമയത്ത് ശേഷം വരുന്ന ആ ഒരു ക്ലോസിൽ നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് ഷുഡ് ആണ്. ലെസ്റ്റിന്റെ കൂടെ ഷുഡ് ആണ് യൂസ് ചെയ്യേണ്ടത്. ലെസ്റ്റിന്റെ കൂടെ ഷുഡ് ആണ്. അപ്പൊ ലെസ്റ്റിന്റെ കൂടെ ഷുഡ് എന്ന് പഠിച്ചു വെക്കുക. അപ്പൊ നമുക്ക് ഓപ്ഷനിൽ വരുന്ന സമയത്ത് ഓപ്ഷൻ സി ഷുഡ്. ഓക്കെ അല്ലെ, അധികവും അങ്ങനെയാണ് വരാറ് കേട്ടോ, അധികവും അങ്ങനെയാണ് വരാറ്. സോ ദ കൺജങ്ഷൻ, ലെസ്റ്റ് എന്ന് പറയുന്നത് ഒരു കൺജങ്ഷൻ ആണ്. കൺജങ്ഷൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, 2 ക്ലോസുകളെ തമ്മിൽ പരസ്പരം ബന്ധിപ്പിക്കുന്നതാണ് കൺജങ്ഷൻ എന്ന് പറയുന്നത്. കൺജങ്ഷൻ, പ്രിപ്പോസിഷൻ എന്ന് പറയുമ്പോൾ 2 വേർഡ്സിനെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു. കൺജങ്ഷൻ 2 ക്ലോസുകളെ അല്ലെങ്കിൽ 2 വാക്കുകളുടെ കൂട്ടത്തെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു. അപ്പൊ ലെസ്റ്റ് മീൻസ് ഫോർ ഫിയർ ദാറ്റ്, അത് പേടിച്ചുകൊണ്ട്, ഓർ ഇൻ ഓർഡർ ടു അവോയ്ഡ് അല്ലെ. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അത് ശ്രദ്ധിച്ചില്ല എങ്കിൽ ഇനിയുള്ളത് സംഭവിക്കും. സോ ഇറ്റ് ഈസ് ഫോളോഡ് ബൈ സംതിങ് ദ സ്പീക്കർ ഓർ സബ്ജക്ട് തിങ്സ് ഷുഡ് ബി അവോയ്ഡഡ്. അപ്പൊ ഇനി ശേഷം പറയാൻ പോകുന്ന കാര്യങ്ങൾ നടക്കണ്ട എങ്കിൽ, നീ തോറ്റു പോകണ്ട എങ്കിൽ നീ എന്ത് ചെയ്യണം? നന്നായിട്ട് പഠിക്കണം. സോ ദസ് ഷുഡ് ഈസ് ദ റൈറ്റ് ആൻസർ സിൻസ് ഫെയിലിംഗ് ഈസ് സംതിങ് ദാറ്റ്സ് നീഡ് ടു ബി അവോയ്ഡഡ്. അപ്പൊ ലെസ്റ്റിന് ശേഷം വരുന്ന കാര്യം നമുക്ക് ഒഴിവാക്കണമെങ്കിൽ ലെസ്റ്റിന് മുന്നിൽ പറഞ്ഞിട്ടുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. സോ നമ്മൾ ഒഴിവാക്കണം എന്ന് പറയുമ്പോൾ ഷുഡ് ആണ് യൂസ് ചെയ്യുക. നിങ്ങളുടെ ഹാൾ ടിക്കറ്റ് ഒക്കെ വന്നിട്ട് നോക്കിയോളൂ അല്ലെ, യു ഷുഡ്, നിങ്ങൾ ഇങ്ങനെ ചെയ്യണം, നിങ്ങൾ ബോൾ പെന്നാണ് യൂസ് ചെയ്യേണ്ടത്, എല്ലാം ക്ലിയർ ആയിട്ട് ഫില്ല് ചെയ്യണം എന്ന അർത്ഥത്തിന് ഷുഡ് ആണ് യൂസ് ചെയ്യുക കേട്ടോ. അഡ്വൈസ് പറയുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു കാര്യം നിങ്ങൾ പാലിക്കണം എന്ന് പറയുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഷുഡ് എന്ന് പറയുന്ന മോഡൽ ഓക്സിലറി ആണ്. അപ്പൊ ലെസ്റ്റ് എന്ന് പറയുന്ന കൺജങ്ഷന്റെ ഉപയോഗമാണ് നമ്മൾ പറഞ്ഞത്. ലെസ്റ്റ് എന്ന് പറയുന്ന കൺജങ്ഷൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഇനി ശേഷം പറയാൻ പോകുന്ന കാര്യം, ലെസ്റ്റിന് ശേഷം പറയാൻ പോകുന്ന കാര്യം നിങ്ങൾക്ക് ഒഴിവാക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ലെസ്റ്റിന് മുന്നിൽ പറയുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കണം. സോ പ്രവർത്തിക്കണം എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ യു ഷുഡ് എന്ന് പറയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ട മോഡൽ ഓക്സിലറി ഏതാണെന്ന് കൂടി ശ്രദ്ധിക്കണം. ഓക്കെ അല്ലേ? സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 10 ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി വരുന്ന പരീക്ഷകളിൽ നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള തരത്തിലുള്ള ചോദ്യങ്ങളാണ്. അപ്പൊ നന്നായിട്ട് അത് നോക്കി വെക്കുക. പുതിയൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവർക്കും എല്ലാവിധ വിജയാശംസകളും. നന്ദി.